എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 3-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് നാളെ ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച ദിവസം 9 ജില്ലകളിൽ പൂർണ്ണമായും ആലപ്പുഴ ജില്ലയിൽ ഭാഗികമായും അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ഇതിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ പൂർണ്ണമായും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് എന്നീ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന മുഴുവൻ സ്കൂളുകൾക്കുമാണ് അതാത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലകളിലെ സ്കൂളുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. അതേസമയം റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. ട്യൂഷൻ സെന്ററുകൾക്ക് കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്. ട്യൂഷൻ അവധി ദിവസങ്ങളിൽ എടുത്താൽ കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. ക്ലാസ് വെച്ചാൽ ആ സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നും കുട്ടികളുടെ സുരക്ഷയാണ് പ്രാധാന്യം എന്നും സർക്കാർ അറിയിച്ചു. PM കിസാൻ സമ്മാൻ നിധിയുടെ അറിയിപ്പാണ് ഇനി. രാജ്യത്തെ കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 5 വർഷം കൂടി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. 2026-27 സാമ്പത്തിക വർഷം മുതൽ 2030-31 വർഷം വരെ പദ്ധതി തുടരാനായി 3.15 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 2019 ആരംഭിച്ച PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി കർഷകരുടെ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപയാണ് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത്. 3 തവണകളായി ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനത്തിലൂടെയാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. കർഷകരുടെ കൃഷിച്ചെലവുകൾ നേരിടാനും വിത്ത്, വളം, മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്ഥിരമായി വരുമാന സഹായം നൽകുന്നതിലൂടെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പ് നൽകുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം. പദ്ധതി ആരംഭിച്ചതിന് ശേഷം രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന സംവിധാനത്തിലാണ് ഇടനിലക്കാരില്ലാതെ സഹായം ലഭ്യമാക്കുന്നത്. പദ്ധതി തുടങ്ങുമ്പോൾ ഇതിനൊരു അവസാനം നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതൊരു 5 വർഷത്തേക്ക് കൂടി നീട്ടി എന്നുള്ളത് 5 വർഷം കൊണ്ട് ഇത് അവസാനിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം 6000 എന്നുള്ളത് വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷ ഇതോടെ മങ്ങി. സംസ്ഥാനത്ത് ഓണക്കാലത്തെ റേഷൻ വിതരണം നാളെ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതോടൊപ്പം 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റും മഞ്ഞ റേഷൻ കാർഡിനുണ്ട്. മുൻഗണന റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കടയിലെ സ്റ്റോക്ക് അനുസരിച്ച് ഗോതമ്പിന് പകരം ആട്ട 9 രൂപ നിരക്കിൽ 4 എണ്ണം ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സബ്സിഡി കാർഡ് നീല റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. 2 കിലോ സ്പെഷ്യൽ ഗോതമ്പ് 8 രൂപ 70 പൈസയ്ക്കും 3 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസയ്ക്കും ലഭിക്കും. താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 17 രൂപ നിരക്കിൽ 4 ആട്ട ലഭിക്കും. പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. സ്റ്റോക്കിനനുസരിച്ച് 4 വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. ക്ഷേമ സ്ഥാപനങ്ങളിലെ കാർഡായ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. 1 കിലോ ആട്ട 17 രൂപക്കും ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കും. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക വിഹിതമായി പരമാവധി ഒരു കാർഡിന് 10 കിലോ അരി കൂടി 26 രൂപ നിരക്കിൽ ഈ മാസം 10-ാം തീയതി മുതൽ വിതരണം ചെയ്യും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കോട്ടയിലെ വൈദ്യുതീകരിച്ച വീടുകൾക്കുള്ള മണ്ണെണ്ണ ഒരു മഞ്ഞ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള കാർഡിന് 1/2 ലിറ്ററും ലഭിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന്റെ സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും
10-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോയിൽ നിന്നും വിവിധ ഇനം ഭക്ഷ്യകിറ്റുകളും സബ്സിഡി ഉൽപ്പന്നങ്ങളും അധിക അരിയും ലഭിക്കും. ഓണം ഫെയറുകളുടെ ഉദ്ഘാടനം ഈ മാസം 8-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. സൗജന്യ ഭക്ഷ്യകിറ്റ് ലഭിക്കില്ല എങ്കിലും കുറഞ്ഞ വിലക്ക് ഭക്ഷ്യകിറ്റ് ലഭ്യമാക്കുന്നുണ്ട്. 299 രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ശബരി സിഗ്നേച്ചർ കിറ്റ് വാങ്ങാം. കൂടുതൽ പണം മുടക്കുകയാണ് എങ്കിൽ വലിയ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും. 2560 രൂപ വില വരുന്ന സാധനങ്ങളുടെ കിറ്റ് 30 ഇനങ്ങൾ 10 കിലോ അരി അടക്കം 2000 രൂപക്ക് വാങ്ങാൻ കഴിയും. 1280 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 1000 രൂപയ്ക്കും 1880 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള 25 ഇന കിറ്റ് 1500 രൂപക്കും വാങ്ങാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ ഓരോ റേഷൻ കാർഡിനും സബ്സിഡി സാധനങ്ങളും അധിക അരിയും സപ്ലൈകോയിലൂടെ ഈ ഓണത്തിന് വിതരണം ചെയ്യും. ഇതിനെല്ലാം വേണ്ടി 200 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റേഷൻ കട വഴിയുള്ള റേഷൻ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. ഓണ പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകും. ഈ മാസം 15 മുതൽ പെൻഷൻ വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി അവധികൾ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവസാന തിരക്കിലേക്ക് ഇത് മാറ്റിവെക്കാതെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഓൺലൈനായും ഓഫ്ലൈനായും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുമ്പോൾ 1 ലക്ഷം രൂപക്ക് മുകളിലാണ് വരുമാനം എങ്കിൽ അവരുടെ പെൻഷൻ റദ്ദാക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ നിലവിൽ റദ്ദായ അവസ്ഥയാണ് ഉള്ളത്. മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ നൽകേണ്ടതില്ല. ഈ മാസത്തെ അതായത് ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് എങ്ങനെയെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവർ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്താൽ നാളെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് ആരുടെയെങ്കിലും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് നൽകണം, മസ്റ്ററിങ് ചെയ്യണം. എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ. നിലവിൽ ലഭിക്കുന്ന 2000-ഉം കൂടാൻ പോകുന്ന 3000-ഒക്കെ ലഭിക്കണമെങ്കിൽ ഇതെല്ലാം വേണം. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ 1600-ന്റെ വിതരണം ഇപ്പോൾ 1 മാസത്തേത് നടന്നിരിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ 3200 ലഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ക്യാൻസർ രോഗികൾക്കും പ്രവാസികൾക്കും ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ്. ക്യാൻസർ രോഗികൾക്ക് 1000 ഉണ്ടായിരുന്നത് 2000 രൂപയാക്കിയും വർദ്ധിപ്പിച്ച പെൻഷനാണ് വിതരണം ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.